എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. KLCA കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവനാഥം വിതരണോദ്ഘാടനവും 2026-2027 വർഷത്തെ കർമ്മപദ്ധതി പ്രകാശനവും നടന്നു. ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനാഘോഷത്തോടനുബന്ധിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ മുഖപത്രമായ ജീവനാഥം വിതരണോദ്ഘാടനവും KLCA ഇടവകതല കർമ്മപദ്ധതി പ്രകാശനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ നിർവഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കോട്ടപ്പുറം ഇടവക വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാനെപ്പോഴും കോട്ടപ്പുറം ഇടവകയിൽ വന്നത്. ശക്തമായ ഏറ്റവും സ്നേഹമുള്ള ഒരു ഇടവക, അതെല്ലാവരും അത് വളരെ അനുഭവീയമാണ്. ആയതിനാൽ ഈ സ്നേഹം കൂടുതലായിട്ട് കൊടുക്കുവാനായിട്ട് അത് കാരുണ്യമായി നമുക്കറിയാം. ഇപ്പോൾ പോളിൻ്റെ ആ പ്രവർത്തനം വഴി അതുപോലെ ശക്തിയോടുകൂടി അത് KLCA പ്രയാണമായിട്ട് അത് ശബ്ദമായിട്ട് ജീവനാഥമായിട്ട് തീർക്കുവാനായിട്ട് നമുക്ക് എവിടെ സാധിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് വ്യക്തമായ ബോധ്യത്തോട് ചെയ്യുവാനായിട്ട് നമുക്ക് എവിടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വചനം മാംസമാക്കുവാനുള്ളതാണ്. ഈ 25 ദിവസങ്ങളിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റെങ്കിലും വചനം വായിച്ചുകൊണ്ട്, വചനം ധ്യാനിച്ചുകൊണ്ട്, വചനം മാംസമാക്കി മാറ്റുക. അങ്ങനെ ഈ ആഗമനകാലത്ത് കൂടുതൽ ഒരുങ്ങുവാനായിട്ട് പ്രത്യാശയോടുകൂടി നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടുതൽ വെളിച്ചം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രാവിലെ ദിവ്യബലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇടവക KLCA പ്രസിഡന്റ് അനീഷ് റാഫേൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സ്റ്റെല്ല ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു. ഇടവക വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ ആമുഖ പ്രഭാഷണം നടത്തി. KLCA രൂപതാ സെക്രട്ടറി ജോൺസൺ വാളൂർ, വൈസ് പ്രസിഡന്റ് ബേസിൽ പള്ളിയിൽ, ജോയിന്റ് സെക്രട്ടറി മേഴ്സി ജോസി, ട്രഷറർ ജോൺസൺ മംഗലത്ത്, ഫോറം കൺവീനർമാരായ ബിന്ദു ജോസഫ്, സാലി ഫ്രാൻസിസ്, ഓസ്റ്റിൻ കുരിശിങ്കൽ, മൈക്കിൾ പാനിക്കുളം, ഷാമോൻ കല്ലുങ്കൽ എന്നിവർ സംസാരിച്ചു. ചൈതന്യവും പ്രദാനം ചെയ്യുന്ന അഭിനന്ദ അംബ്രോസ് പിതാവിന് എല്ലാവരുടെയും പേരിൽ കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് നല്ലൊരു കൈകളിൽ പൊതുസമൂഹത്തിലെത്തിക്കുന്ന ഈ ചാലകം നമ്മുടെ ഇടവകയിലും എല്ലാ കുടുംബങ്ങളിലും ഇതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമെന്നോളം